നമസ്കാരം. നമ്മൾ സാധാരണ വാർത്തയുടെ തലക്കെട്ടുകൾക്കപ്പുറം അധികം പോകാറില്ല, അല്ലേ? പക്ഷെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഉള്ളിൽ അതിന്റെ ജനാധിപത്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇതൊരു ഫോറൻസിക് വിശകലനമാണ്, കേരളത്തിലെ മട്ടന്നൂരിന്റെ. ഇവിടെ നമ്മൾ ഡേറ്റയെ മുൻനിർത്തി ഒരു പക്ഷവും പിടിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മട്ടന്നൂരിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടന മനസ്സിലാക്കാൻ നമ്മൾ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആദ്യം അവിടുത്തെ മണ്ണും മനുഷ്യരും, പിന്നെ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ, നേതൃത്വത്തിൻ്റെ ശക്തിയും ദൗർബല്യവും, ഭരണത്തിലുണ്ടായ വിടവുകൾ, അവസാനം ഇതിനൊരു പരിഹാരമാർഗം. അപ്പോ നമുക്ക് തുടങ്ങാം. ഏതൊരു വിശകലനവും തുടങ്ങേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണല്ലോ. മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അത് അവിടുത്തെ മണ്ണും മനുഷ്യരുമാണ്. ഒരു സ്ഥലത്തെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ ഭൂമിശാസ്ത്രവും സാമൂഹിക സാഹചര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് മട്ടന്നൂർ. ഇത് വെറുമൊരു സ്ഥലമല്ല, കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുടെ ഒരു ചെറിയ രൂപം തന്നെയാണെന്ന് പറയാം. കാരണം ഇവിടെ മലയോര പ്രദേശങ്ങളുമുണ്ട്, തീരദേശ സ്വഭാവമുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇവിടത്തെ ജനസംഖ്യാ ഘടന നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അത് രാഷ്ട്രീയത്തെ നേരിട്ട് സ്വാധീനിക്കും. പ്രധാനമായും 2 വിഭാഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 63% ഹിന്ദുക്കളും പിന്നെ 36% മുസ്ലിമുകളും. ഇനി ഹിന്ദു സമുദായത്തിനുള്ളിലേക്ക് നോക്കിയാൽ ഈഴവ, നായർ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ഡലത്തിനുള്ളിലെ 2 വ്യത്യസ്ത ലോകങ്ങളാണ്. ഒരു വശത്ത് ചിറ്റാരിപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങൾ, അവിടെ വ്യാപാരവും നല്ല റോഡുകളുമൊക്കെയാണ് പ്രധാനം. മറുവശത്ത് നോക്കിയാലോ മലൂരും തില്ലങ്കേരിയും പോലുള്ള മലയോര ഗ്രാമങ്ങൾ. അവിടുത്തെ ആളുകളുടെ പ്രശ്നം കൃഷിയും കുടിവെള്ളവും പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യവുമാണ്. അപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ 2 തരം പ്രശ്നങ്ങളെയും ഒരേ സമയം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ശരി, ഇനി നമുക്ക് ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് നേരെ തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലേക്ക് വരാം. കാരണം ഈ അക്കങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകളാണ്. 2021 തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA നേടിയത് 96,129 വോട്ടുകളാണ്. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഈ കണക്ക് മാത്രം മതി അവരുടെ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇനി ആ വോട്ടുകൾ ശതമാനക്കണക്കിൽ നോക്കുമ്പോഴാണ് ഈ വിജയത്തിന്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. നോക്കൂ, 61.97%. LDFന് വ്യക്തമായൊരു ആധിപത്യം ഇവിടെയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിക്ക് 22% കൂടുതൽ വോട്ട് കിട്ടി. അതായത് ഒരു ബദൽ ചിന്താഗതിക്കും ഇവിടെ ശക്തമായ ഒരു അടിത്തറയുണ്ടെന്ന് സാരം. മട്ടന്നൂരിലെ വോട്ടർമാർ രാഷ്ട്രീയമായി എത്രത്തോളം ഇടപെടുന്നവരാണെന്ന് ഈ കണക്കുകൾ കാണിച്ചു തരുന്നു. ഇവിടത്തെ പോളിംഗ് ശതമാനം എപ്പോഴും 82% മുകളിലാണ്. ഇതിന്റെ അർത്ഥമെന്താണ്? ഇവിടത്തെ ഓരോ വോട്ടർക്കും രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടുതന്നെ ഓരോ വോട്ടിനും ഓരോ പരാതിക്കും ഇവിടെ വലിയ വിലയുണ്ട്. ഇനി നമുക്ക് മണ്ഡലത്തിലെ കേന്ദ്രബിന്ദുവായ KK ശൈലജയെക്കുറിച്ച് സംസാരിക്കാം. അവരെ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, അളക്കാവുന്ന ശക്തിയും ദൗർബല്യങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ ഘടകമായിട്ടാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ശരി, ഇനി നമുക്ക് സിറ്റിംഗ് MLAയുടെ ഒരു വരവു ചെലവ് കണക്ക് നോക്കാം. ഒരു വശത്ത് അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്തൊക്കെയാണ്? നിപ, കോവിഡ് സമയത്തെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ദേശീയ അംഗീകാരം, പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിലുള്ള ശക്തമായ നിയന്ത്രണം, ഇതൊക്കെയാണ് അവരുടെ കരുത്ത്. പക്ഷെ മറുവശത്ത് ചില ബാധ്യതകളുമുണ്ട്. ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ, പിന്നെ സ്വജനപക്ഷപാത ആരോപണങ്ങൾ. ഈ ദൗർബല്യങ്ങളാണ് പ്രതിപക്ഷത്തിന് മുതലെടുക്കാൻ അവസരം നൽകുന്നത്. അവരുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഇതായിരുന്നു. കഴിവുള്ള ഒരു ആരോഗ്യമന്ത്രി എന്ന ആ ഒരു പ്രതിച്ഛായ അവർക്ക് തുടക്കത്തിൽ തന്നെ വലിയൊരു ജനകീയ അംഗീകാരവും വിശ്വാസവും നേടിക്കൊടുത്തു എന്നതിൽ സംശയമില്ല. എന്നാൽ ആ നല്ല പേരിനൊപ്പം തന്നെ ഇതുപോലുള്ള വിവാദങ്ങളും വരുന്നു. എതിരാളികൾ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിച്ച് അവരുടെ ആ ക്ലീൻ ഇമേജിനെ ചോദ്യം ചെയ്യാനും അതുവഴി വോട്ടർമാരുടെ വിശ്വാസത്തിൽ വിള്ളലുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നേതാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത് പൊതുരംഗത്തെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള വലിയ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? പൊതുജീവിതത്തിൽ ഓരോ ശബ്ദത്തിനും അതിൻ്റേതായ വിലയുണ്ട്. അതേസമയം അറിവോടെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാൻ ഒരു അവകാശമുണ്ട്. അതാണല്ലോ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വിശകലനത്തിന്റെ ദിശയൊന്ന് മാറ്റാം. വലിയ രാഷ്ട്രീയ ചിത്രങ്ങളിൽ നിന്ന് മാറി വോട്ടർമാരുടെ ഓരോ ദിവസത്തെയും ജീവിതാനുഭവങ്ങളിലേക്ക് വരാം. കാരണം ജനവികാരത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നത് താഴെത്തട്ടിലുള്ള ഈ പ്രശ്നങ്ങളാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതിന് വെൽഫെയർ ഫറ്റീഗ് എന്ന് പറയും. അതായത് ക്ഷേമ പദ്ധതികളോടുള്ളൊരു തരം മടുപ്പ്.
ഒരു 10 വർഷമൊക്കെ ഒരേ ഭരണം തുടരുമ്പോൾ ജനങ്ങളുടെ ചിന്താഗതി മാറും, പ്രത്യേകിച്ച് യുവാക്കളുടെ. വെറുതെ കിട്ടുന്ന കിറ്റുകളോ മറ്റ് സഹായങ്ങളോ അല്ല അവർക്ക് വേണ്ടത്. നല്ലൊരു ജോലിയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും നല്ല ശമ്പളവുമാണ്. അതായത് സംഭാഷണം നിലനിൽപ്പിനെക്കുറിച്ചല്ല, അഭിലാഷങ്ങളെക്കുറിച്ചായി മാറുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയവരുടെ പ്രശ്നം നോക്കൂ. അതൊരു ചങ്ങല പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ബാധിക്കുന്നത്. ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു, അത് ആ കുടുംബത്തിന്റെ വരുമാനത്തെ ബാധിക്കുന്നു. 70% പേർക്ക് തൊഴിലില്ല, ഭൂരിഭാഗം പേരും കടത്തിലാണ്. ഇത് വീടുകളിലെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുകയാണ്. ഇത് പതിയെ ഒരു രാഷ്ട്രീയ അമർഷമായി മാറുന്നു. ഈ കാണുന്നതാണ് വികസന വിടവുകൾ എന്ന ആശയത്തിന്റെ യഥാർത്ഥ ചിത്രം. ഇവ വെറും പരാതികളല്ല, ആളുകൾ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. റേഷൻ കാർഡിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന കാലതാമസം, അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പിന്നെ വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് ഈ മണ്ഡലത്തെ ശരിക്കും സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉപയോഗിക്കാവുന്ന ഒരു ക്രിയാത്മകമായ രൂപരേഖയിലേക്ക്. ഇവിടെ വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യമുണ്ട്. പഴയ കണക്കുകൾ നോക്കിയാൽ LDFന്റെ ഈ ആധിപത്യം തകർക്കാൻ പറ്റാത്ത ഒന്നല്ല എന്ന് കാണാം. കാരണം സ്ഥിരമായി 25 മുതൽ 30% വരെ വോട്ടർമാർ ഒരു ബദലിന് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രതിപക്ഷത്തിന് ഇവിടെ വ്യക്തമായ ഒരവസരം ഒളിഞ്ഞുകിടപ്പുണ്ട്. അപ്പോ ആ അവസരം എങ്ങനെ മുതലെടുക്കാം? അതിന് വ്യക്തമായ ഒരു കർമ്മപദ്ധതി വേണം. ശക്തനായൊരു പ്രാദേശിക സ്ഥാനാർത്ഥിയെ നിർത്തുക, ശരിയായ സഖ്യങ്ങൾ രൂപീകരിക്കുക, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, പിന്നെ ഡേറ്റ ഉപയോഗിച്ച് കൃത്യമായ പ്രചാരണം നടത്തുക. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു മാറ്റം സാധ്യമാവുന്നത്. അതെ, ഡേറ്റ ഉപയോഗിച്ച് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പ്രചാരണത്തെ കൂടുതൽ ഫലപ്രദമാക്കും. പക്ഷേ അതോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയുണ്ട്. നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെടാൻ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും സമ്മതവും പരമപ്രധാനമാണ്. ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. വിവരങ്ങൾ എപ്പോഴും ബഹുമാനത്തോടെയും വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയും മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെയാണ്. ഡേറ്റയെ അടിസ്ഥാനമാക്കി ഭരിക്കുകയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്താൽ ജനങ്ങളും അവരുടെ പ്രതിനിധികളും തമ്മിൽ കൂടിവരുന്ന ഈ വിശ്വാസക്കുറവ് ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ മട്ടന്നൂരിന്റെ മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിന്റെ തന്നെ ഭാവി ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിലായിരിക്കും. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നൊരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിൽ എത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 080420416002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.